ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ക്വസ്റ്റ്യൻസ് ആണ്. ഇംപ്രൂവ്മെൻ്റ് എക്സാമിനെ നിങ്ങളെ സഹായിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ആ സമയത്താണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും കാണുക. ഒന്ന്, നിങ്ങളെ കഴിഞ്ഞ മാർച്ച് മാസം 2020 മാർച്ചിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ദ ഫോളോവിങ് ഇസ് ദ ട്രയൽ ബാലൻസ് ഓഫ് കൺമണി ട്രേഡേഴ്സ് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2018. ഇവിടെ കുറച്ച് ഐറ്റം തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ പർച്ചേസ്, റെൻറ്റ്, വേജസ്, സണ്ടർ ഡെറ്റേഴ്സ്, സണ്ടർ ക്രെഡിറ്റേഴ്സ്, ഡ്രോയിങ്സ്, സെയിൽസ്, സ്റ്റോക്ക്, റിട്ടേൺ ഇൻവാർഡ്, റിട്ടേൺ ഔട്ട്വാർഡ്, ഫർണിച്ചർ, മെഷീനറി, ക്യാഷ് ഇൻ ആൻഡ് സാലറീസ് അല്ലേ. എന്നൊരു ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത്? കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് വാസ് വാല്യൂഡ് അറ്റ് ₹35,000, സാലറീസ് പ്രീപെയ്ഡ് 100, ഡിപ്രീസിയേറ്റ് ഫർണിച്ചർ ആൻഡ് മെഷീനറി അറ്റ് 5% പെർ ആനം, വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് 600. യു ആർ റിക്വയർഡ് ടു ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ്. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുന്നത്? 2 കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്: പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഇതും കൂടി നമുക്ക് ഉൾപ്പെടുത്താം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതാണ് ഒന്നാമത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തിൻ്റെ ഉത്തരം എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. 2018 മാർച്ച് അവസാനിക്കുമ്പോഴുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എക്സാമിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക എന്നുള്ള ചോദ്യം കണ്ടാൽ നിങ്ങൾ തയ്യാറാക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ വേഗം പറഞ്ഞു പോവാണ്. ക്യാപിറ്റൽ എന്താ നിങ്ങൾക്കറിയാം. പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ പരിഗണിക്കുന്നതാണ്. റെൻറ്റ് എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സണ്ടർ ഡെറ്റേഴ്സ് അസറ്റ് ആണ്. സണ്ടർ ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റി ആണ്. ഡ്രോയിങ്സ് ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടതാണ്. സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എടുക്കേണ്ടതാണ്. സ്റ്റോക്ക് ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിൽ തന്നിട്ടുള്ള സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റിട്ടേൺ ഇൻവാർഡ് പറഞ്ഞാൽ എന്താ? സെയിൽസ് റിട്ടേൺ ആണ്. റിട്ടേൺ ഔട്ട്വാർഡ് പർച്ചേസ് റിട്ടേൺ ആണ്. ഫർണിച്ചർ അസറ്റാണ്. മെഷീനറി അസറ്റാണ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്. സാലറീസ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ളത്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയെന്ന് തന്നിട്ടുണ്ട്. സാലറി പ്രീപെയ്ഡ് എന്താണ്? അഡ്വാൻസ് ആണ്. ഇപ്പോൾ തന്നെ കൊടുക്കേണ്ട, പക്ഷേ ഇപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് മൈനസ് ചെയ്യണം. ആ സാലറി പ്രീപെയ്ഡ് നമുക്ക് എന്താണ്? അസറ്റും ആണ്. ഓക്കെ, ഡിപ്രീസിയേഷൻ ഉണ്ട് ഫർണിച്ചറിൻ്റെ, അതുപോലെ മെഷീനറിൻ്റെ 5%. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞാൽ എന്താണ്? ഇനിയും കൊടുക്കാത്തതാണ് ഔട്ട്സ്റ്റാൻഡിങ്. ഇനിയും കൂലി കൊടുക്കാനുള്ളത് ₹600. പക്ഷേ നേരത്തെ പ്രീപെയ്ഡ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകൂട്ടി കൊടുത്തതാണ്, അത് നമുക്ക് മൈനസ് ചെയ്യാം. എന്നാൽ ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? പ്ലസും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ആൻസറിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കാം വേഗം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2018 എന്ന് കൊടുക്കുക. ഫസ്റ്റ് കോളം പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഇത് ഡെബിറ്റ് ഭാഗമാണ്. ഓക്കെ, ഇതെന്താണ്? ക്രെഡിറ്റ് ഭാഗമാണ്. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഓക്കെ, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, അപ്പോൾ നമുക്ക് വേഗം ചെയ്യാം. ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യൻ നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ട് നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും 26,000 ആണ്. പിന്നെ വരുന്നത് പർച്ചേസ് ആണ്. റിട്ടേൺ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇൻ കോളത്തിൽ എഴുതണം. പർച്ചേസ് എത്രയാണ് നോക്കുക? 24,000 ലെസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ ആണ് കൊടുക്കേണ്ടത്. പർച്ചേസ് റിട്ടേൺ എത്ര? റിട്ടേൺ ഔട്ട്വാർഡാണ് പർച്ചേസ് റിട്ടേൺ. അപ്പോൾ 1000, ബാക്കി 23,000. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് ഏതാ നോക്കുക. ഡയറക്റ്റ് എക്സ്പെൻസ് വേജസ് ആണുള്ളത്. ഓക്കെ, വേജസുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം മാർക്ക് ചെയ്യുക. അഡ്ജസ്റ്റ്മെൻറ്റിനുള്ളിലൊക്കെ AD എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? താഴെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയാൽ മതി. നോക്കുക,
വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 600 രൂപയുണ്ട്, ഇനിയും കൊടുക്കാനുള്ളത് 600 രൂപ ഉണ്ട്. അതുകൊണ്ട് 3200 രൂപ ട്രയൽ ബാലൻസിനുള്ളിൽ കാണിക്കുന്നുണ്ട്, അത് കൊടുത്തതാണ്. ഇനിയും കൊടുക്കാനുള്ളത് ഔട്ട്സ്റ്റാൻഡിങ്, ഇനിയും കൊടുക്കാനുള്ളത് എത്ര രൂപയാണ്? 600 രൂപ. അങ്ങനെ ടോട്ടൽ 3800 രൂപ. ഈ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഇനിയും കൊടുക്കാനുള്ള കൂലി എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കണം, കാരണം അത് ലാബിലിറ്റിയാണ്. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യാം? വരക്കാം. നിങ്ങളും ബാലൻസ് ഷീറ്റ് വരക്കുന്നതാണ് നല്ലത്. ഓക്കെ, ബാലൻസ് ഷീറ്റിൻ്റെ ഫസ്റ്റ് ലാബിലിറ്റീസ്, എമൗണ്ട്, അസറ്റ്സ്, എമൗണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റിയാണ്. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ആദ്യം തന്നെ നിങ്ങൾ ബാലൻസ് ഷീറ്റും കൂടെ ഇതിൻ്റെ കൂടെ വരച്ച് കഴിഞ്ഞാൽ, ബാലൻസ് ഷീറ്റും കൂടെ ഇതിൻ്റെ കൂടെ വരച്ച് കഴിഞ്ഞാൽ വല്ല അഡ്ജസ്റ്റ്മെൻറ്റും വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ലാബിലിറ്റിയും അസറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരുമല്ലോ. ആ സമയത്ത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് 600. ഓക്കെ, ലാബിലിറ്റിയാണ്. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റിയാണ്. എല്ലാ ഔട്ട്സ്റ്റാൻഡിങ്ങും എല്ലാ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്ങും ലാബിലിറ്റിയാണ്. എക്സാമിന് 1 വേർഡ് ചോദ്യം വരെ ചോദിക്കാം. എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ഈസ് ഡാഷ്. എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റിയാണ്. എന്നാൽ എക്സ്പെൻസ് പ്രീപെയ്ഡ് അല്ലെങ്കിൽ എക്സ്പെൻസ് അഡ്വാൻസോ പ്രീപെയ്ഡോ വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അസറ്റും ആണ്. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് മൈനസും ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് ട്രേഡിംഗ് അക്കൗണ്ടിലുള്ളത്. പിന്നെ സെയിൽസ് നോക്കുക. സെയിൽസ് എത്രയുണ്ട് നോക്കുക? 38,000. ഞാൻ ഇവിടെ എഴുതാനുള്ള കാരണം റിട്ടേൺ ഉണ്ടോ നോക്കണം. റിട്ടേൺ സെയിൽസ് റിട്ടേൺ ഉണ്ടോ നോക്കണം. കണ്ട, റിട്ടേൺ ഇൻവാർഡ് 2000, 36,000. റിട്ടേൺ ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺ ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. റിട്ടേൺ ഔട്ട്വാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് റിട്ടേൺ ആണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത് അഡ്ജസ്റ്റ്മെൻറ്റിലുണ്ടാവുക. ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ഓരോ ഐറ്റംസിനും 2 അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, ചുരുങ്ങിയത്. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് 35,000, 35,000. പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കൊടുത്തു ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട്, ഈ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം? അസസൈഡിലും കാണിക്കണം. കാരണം എന്താണ്? അത് അസറ്റാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടോ, നമ്മൾ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിനും 2 അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. 2 തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 600 രൂപ കൊടുത്തിട്ടുണ്ട്. അതേ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റിയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് എന്തുണ്ടാവും? 2 അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ക്ലോസ് സ്റ്റോക്ക് 35,000 അസറ്റായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പരിഗണിക്കണം. അപ്പോൾ അതവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെ തീർന്നു. ഇനി നമ്മൾ എന്ത് ചെയ്തു? ബാലൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബാലൻസ് ചെയ്യാം. 36ഉം 35ഉം കൂട്ടി എത്ര വരും? 71,000 വരും അല്ലേ? 71,000. ഇവിടെയും 71,000. കാരണം ഇത് 71,000 വരുന്നില്ല. ഇത് കൂട്ടി നോക്കുക. 26ഉം 23ഉം എത്ര വരുന്നത്? 49. 49ഉം 3,800ഉം നിങ്ങൾ കൂട്ടിയാൽ കിട്ടും 52,800 എന്ന് കിട്ടും. 52,800. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാലൻസിങ് ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാലൻസിങ് പഠിക്കട്ടോ. എന്താ ചെയ്യേണ്ടത്? ബാലൻസിങ് അറിയാത്തവർ ശ്രദ്ധിക്കുക. ഈ ഭാഗം കംപ്ലീറ്റ് കൂട്ടുക. അപ്പോൾ 71,000 മുകളിൽ ഞാൻ എഴുതി വെച്ചു 71,000 എന്ന്. ഓക്കെ, ഈ ഭാഗം കംപ്ലീറ്റ് കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 52,800 എന്ന് കിട്ടും. 52,800 എന്ന് കിട്ടും. ഏതാ വലുത്? 71,000 ആണോ 52,800 ആണോ? 71,000 ആണ് വലുത്. 2 ഭാഗത്തും ഞാൻ 71,000 എഴുതി വെച്ചു. വലുതാണ് എഴുതി വെക്കേണ്ടത്. ഇനി ഈ ഭാഗം കൂട്ടുമ്പോൾ 71 ആയിട്ടുണ്ട്. ഈ ഭാഗം കൂട്ടുമ്പോൾ 52,800 ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ 71 52,800 മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും എത്ര കിട്ടും നോക്കുക? 18,200 കിട്ടും. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് CD എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, ഉടനെ തന്നെ ഗ്രോസ് CD എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? BD എഴുതണം. ഗ്രോസ് പ്രോഫിറ്റ് BD 18,200. ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെ അവസാനിച്ചു. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഭാഗത്ത് കൂടിക്കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, ഡെബിറ്റ് ഭാഗത്ത് കൂടുതലാണെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് ഒന്നില്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഗ്രോസ് ലോസോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് BD എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ഭാഗത്തേക്ക് എടുത്ത് എഴുതി.
ഇവിടെ മുതലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് അവസാനിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ഇൻകംസും ഇവിടെ എഴുതും. ഓക്കെ, അതുപോലെ എല്ലാ എക്സ്പെൻസും ഇവിടെ എഴുതും. ഇനി വായിക്കുന്നത് ഒന്നില്ല ഇൻകം ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അസറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലാബിലിറ്റിയോ ക്യാപിറ്റലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. ക്യാപിറ്റൽ നമുക്ക് അവസാനം കൊടുക്കാം. ക്യാപിറ്റൽ കാരണം ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാനുണ്ട്. എങ്ങനെ? ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ലോസ് ആണെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യണം. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് നമ്മളത് തൽക്കാലം അവിടെ വെച്ചു. ബാക്കി പർച്ചേസ് നമ്മൾ എടുത്തതാണ്, ഒരു പ്രാവശ്യം എടുത്തതാണ് ട്രയൽ ബാലൻസിനുള്ള സാധനം. ഓക്കെ, റെൻറ്റ് എക്സ്പെൻസാണ്. എക്സ്പെൻസ് എല്ലാം ഈ സൈഡിലാണ് കൊടുക്കേണ്ടത്. റെൻറ്റ് 2400. അതുപോലെ വേജസ് എടുത്തു. സൺട്രി ഡെറ്റേഴ്സ് അസറ്റാണ്. സൺട്രി ഡെറ്റേഴ്സ് അസറ്റാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ നോക്കണം. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, സൺട്രി ഡെറ്റേഴ്സുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ നേരിട്ട് എന്ത് ചെയ്യുന്നു? സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരിട്ട് അസറ്റ് കൊടുക്കുന്നു 14,000. അതേപോലെ സൺട്രി ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റി സൈഡിൽ കൊടുക്കുന്നു. സൺട്രി ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റിയാണ്, അതൊന്നും വിശദീകരിക്കാനുള്ള സമയം നമുക്കില്ലല്ലോ. സൺട്രി ക്രെഡിറ്റേഴ്സ് 16,000. അതുപോലെ ഡ്രോയിങ്സ് അത് ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടതാണ്. അത് നമുക്ക് ക്യാപിറ്റൽ എടുക്കുന്ന സമയത്ത് ഡ്രോയിങ്സ് എന്ത് ചെയ്യാം? പരിഗണിക്കാം. അത് സെയിൽസ് എടുത്തു, സ്റ്റോക്ക് എടുത്തു, റിട്ടേൺ ഇൻവേർഡ് എടുത്തു, റിട്ടേൺ ഔട്ട്വേർഡ് എടുത്തു. ഫർണിച്ചർ അസറ്റാണ്. ഫർണിച്ചറുമായി ബന്ധപ്പെട്ട വല്ല അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ നോക്കണം. കണ്ടോ, ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ ഉണ്ട്. ഓക്കെ, ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ, ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ നിങ്ങൾ നേരിട്ട് ചെയ്താൽ ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ 5%. എത്രയാണ് എമൗണ്ട് കാണിക്കുന്നു നോക്കുക. ഫർണിച്ചർ 8,000. 8,000ൻ്റെ 5%. 8,000ൻ്റെ 5% എത്രയാണ്? 8,000ൻ്റെ 5% 400 രൂപ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അസസ്സഡിൽ ആ ഫർണിച്ചർ കാണിക്കണം. ഫർണിച്ചർ വാല്യൂ എത്ര ആയിരുന്നു? 8,000 രൂപയായിരുന്നു. ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം 400 രൂപ. ബാക്കി 7,600 ആണ് വരിക. 7,600 ആണ് വരിക. നെക്സ്റ്റ് വായിക്കേണ്ടത് എന്താണ്? അതുമായി ബന്ധപ്പെട്ട് മെഷീനറി ഉണ്ട്. മെഷീനറിക്ക് 5% ഉണ്ട്. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടാവണം. 36,000 മെഷീനറിക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. വീണ്ടും ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി. ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി. ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി 36,000ൻ്റെ 5%. അവിടെ കാണിക്കുന്നില്ല. 36,000ൻ്റെ 5% എത്രയാണ്? 1,800. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അത് കാണിക്കണം. മെഷീനറി 36,000 രൂപയായിരുന്നു. മൈനസ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം 1,800. ബാക്കി എത്ര ഉണ്ട് നോക്കുക. ബ്രാക്കറ്റിലിട്ടും കുറക്കാനുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റിലിട്ടിട്ടുള്ളത്. 36,000 നിന്ന് 1,800 കുറച്ചാൽ എത്ര വരും? 34,200 വരും. 34,200. നെക്സ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റാണ്. കയ്യിലുള്ള ക്യാഷ് എന്താണ്? അസറ്റാണ്. എത്രയാണ് ക്യാഷ് ഇൻ ഹാൻഡ് നോക്കുക. 4,400. 4,400. നെക്സ്റ്റ് സാലറീസ് ആണ്. സാലറീസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻസ് ആണ്. അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ നോക്കണം. സാലറീസ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ നോക്കണം. കണ്ടോ, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പ്രീപെയ്ഡ് ഉണ്ട്. അപ്പോൾ മൈനസ് ചെയ്യണം. ഓക്കെ, സാലറീസ് എത്രയാണ്? 6,000. 6,000 ആണ് ട്രയൽ ബാലൻസിൽ കാണിക്കുന്നത്. മൈനസ് പ്രീപെയ്ഡ്. പ്രീപെയ്ഡ് എത്രയാണ്? അഡ്വാൻസ് കൊടുത്തത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം 800. ബാക്കി 5,200. അപ്പോൾ പ്രീപെയ്ഡ് എന്താണ്? നമ്മൾ പറഞ്ഞ അസറ്റാണ്. സാലറി പ്രീപെയ്ഡ് എന്താണ്? അസറ്റാണ്. സാലറി പ്രീപെയ്ഡ് എത്രയാണ്? 800 രൂപ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം തന്നെ പരിഗണിച്ചു. അഡ്ജസ്റ്റ്മെൻറ്റിലും നമ്മളെല്ലാം തന്നെ പരിഗണിച്ചു. ഇനി നമുക്ക് കാണിക്കാനുള്ളത് ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യാം? നമുക്കിതൊന്ന് ബാലൻസ് ചെയ്യാം. ആദ്യം ഇത് ബാലൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭാഗം കംപ്ലീറ്റ് അങ്ങ് കൂട്ടുക. ആദ്യം ഈ ഭാഗം കൂട്ടുമ്പോൾ 18,200. ഓക്കെ, ഇവിടെ വേറെ ഒന്നുമില്ല. 18,200 മാത്രമേ ഉള്ളൂ. 18,200 ഈ ഭാഗം കൂട്ടുമ്പോൾ. ഈ ഭാഗം കൂട്ടുമ്പോൾ ഇവിടെ നിന്നാണ് കൂട്ടാനുള്ളത്. ഈ ഭാഗം കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും 9,800 എന്ന് കിട്ടും. അപ്പോൾ ഏതാ വലുത്? 18,200 വലുത്. 18,200 രണ്ട് ഭാഗത്തും കൊടുക്കുന്നു. 18,200 രണ്ട് ഭാഗത്തും കൊടുക്കുന്നു. ഇനി 18,200 നിന്ന് എത്ര എമൗണ്ട് ഇവിടെ കുറവുണ്ട് നോക്കണം. 18,200 നിന്നും 9,800 മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 8,400 എന്ന് കിട്ടും.
8400. ഈ 8400 നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, 8400 നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യും? ചോദ്യം ചോദിക്കും. നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് നേരെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആഡ് ചെയ്യും. ലോസ് ആണെങ്കിലോ ക്യാപിറ്റലിൽ നിന്ന് മൈനസും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ക്യാപിറ്റൽ എത്രയാണ്. നമ്മൾ മാറ്റി വെച്ച ക്യാപിറ്റൽ നേരത്തെ മാറ്റി വെച്ചിരുന്നു. ക്യാപിറ്റൽ 75,000 ആണ് ക്യാപിറ്റൽ. ഓക്കെ, ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നെറ്റ് പ്രോഫിറ്റ് NP നെറ്റ് പ്രോഫിറ്റ് കൂട്ടുന്നു. 8400 കൂട്ടുന്നു. 8400. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് കുറക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ഡ്രോയിങ്സ് കുറക്കണം. ഡ്രോയിങ്സ് എത്രയെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്? 4000. കണ്ടോ, 4000 കുറക്കണം. അപ്പോൾ 75,000 8400, 75,000ത്തിലേക്ക് 8400 കൂട്ടുക, അതിൽ നിന്ന് 4000 കുറക്കുക. അപ്പോൾ എത്ര ഉണ്ടാവും നോക്കുക. 70 കിട്ടും. 79,400 എന്ന് കിട്ടും. 79,400 എന്ന് കിട്ടും. ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? രണ്ട് ഭാഗത്തൊന്ന് കൂട്ടി നോക്കുക, രണ്ട് ഭാഗത്ത് ഈക്വൽ ആവും. ഓക്കെ, നോക്കാം. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഭാഗത്ത് കൂട്ടുമ്പോൾ 96,000 എന്ന് കിട്ടും. അതേപോലെ അസൈഡ് കൂട്ടുന്ന സമയത്ത് 96,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ബാലൻസ് ഷീറ്റ് നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇവിടെ കൂട്ടുന്ന സമയത്ത് 18,200 ആയിരുന്നു. ഇവിടെ കൂട്ടുന്ന സമയത്ത് 18,200 ഇല്ല, 9,800 മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 18,200 നിന്ന് 9,800 മൈനസ് ചെയ്യുമ്പോഴാണ് 8,400 നെറ്റ് പ്രോഫിറ്റ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചെറിയ കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. ഓക്കെ, മാനേജേഴ്സ് കമ്മീഷനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. കാൽക്കുലേറ്റ് മാനേജർ കമ്മീഷൻ. മാനേജറുടെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുക ഓൺ ദ നോഷണൽ പ്രോഫിറ്റ് ഓഫ് ₹1,10,000. അത് നോഷണൽ പ്രോഫിറ്റ് 1,10,000 രൂപ തന്നിട്ടുണ്ട്. എന്താ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു മാനേജറുടെ കമ്മീഷൻ പരിഗണിക്കാതെ വരുന്ന പ്രോഫിറ്റാണ് നോഷണൽ പ്രോഫിറ്റ്. ഓക്കെ, നോഷണൽ പ്രോഫിറ്റ്. ഇനി ഇതിൽ 3 ചോദ്യമാണുള്ളത്. ഒന്ന്, 10% ഓൺ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ. ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ 2 രീതിയിൽ വരും. ബിഫോറും വരും, ആഫ്റ്ററും വരും. മാനേജർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് 2 കാര്യം മനസ്സിലാക്കണം. ഒന്ന് ബിഫോർ, മറ്റൊന്ന് ആഫ്റ്റർ. ഇംഗ്ലീഷ് ഒന്ന് വായിക്കണം ക്വസ്റ്റ്യൻ. ഓക്കെ, ബിഫോറും ആഫ്റ്ററും ഉണ്ട്. ബിഫോർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മാനേജറുടെ കമ്മീഷൻ്റെ പേഴ്സൻറ്റേജ് ബൈ 100 അടിച്ചാൽ മതി. നേരെ അങ്ങ് പോയാൽ മതി, ഒരു പ്രശ്നമില്ല. സാധാരണ പേഴ്സൻറ്റേജ് കാണുന്നത് പോലെ കണ്ടാൽ മതി. ഇനി ആഫ്റ്റർ എന്ന് കാണുകയാണെങ്കിൽ മാനേജേഴ്സ് കമ്മീഷൻ എങ്ങനെ പറയുന്നത്? 10% ഓൺ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു പേഴ്സൻറ്റേജ് തന്നെയാണ് ബൈ 100+% ഇങ്ങനെ കാണണം. 100+% എന്ന് കാണണം. അപ്പോൾ നമുക്ക് ഈ ചോദ്യം എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ 3 ചോദ്യമാണ് തന്നിട്ടുള്ളത്. ഒന്ന്, പിന്നെ ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണെങ്കിൽ, ആ രൂപത്തിലാണെങ്കിൽ 10% കമ്മീഷൻ എത്രയായിരിക്കും? അതേപോലെ ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണെങ്കിൽ 10% എത്രയായിരിക്കും? അതുപോലെ പാസ് എ കോമൺ അഡ്ജസ്റ്റിംഗ് എൻട്രി ഫോർ മാനേജേഴ്സ് കമ്മീഷൻ. അത് ഫോർ ദി മാനേജേഴ്സ് കമ്മീഷൻ. മാനേജർ കമ്മീഷനുമായി ബന്ധപ്പെട്ട കോമൺ ആയിട്ടുള്ള അഡ്ജസ്റ്റിംഗ് എൻട്രി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം എന്താണ്? നോഷണൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. തന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ എഴുതാം. 1,10,000. അപ്പോൾ നോഷണൽ പ്രോഫിറ്റ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. 1,00,000 അവിടെ തന്നിട്ടുള്ള പ്രോഫിറ്റ് 1,10,000. പിന്നെ മാനേജറുടെ കമ്മീഷൻ്റെ പേഴ്സൻറ്റേജ് എത്ര ശതമാനമാണ്? 10%. എല്ലാ ക്വസ്റ്റ്യനിലും 10% ആവണമെന്നില്ല കേട്ടോ, അങ്ങനെ മാറും. 10%. ഇനി ഇവിടെ തന്നത് എന്ന് പറഞ്ഞിട്ട് എന്താണ്? മാനേജർ 10% ഓൺ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ എന്നാണെങ്കിൽ അതിന് ആൻസർ എന്തായിരിക്കും? അപ്പോൾ ഏടെ ആൻസർ ശ്രദ്ധിക്കുക. ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണെങ്കിൽ 1,10,000 ഇൻറ്റു, അതായത് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു, ഓക്കെ, എത്ര പേഴ്സൻറ്റേജ് ആ ക്വസ്റ്റ്യൻ എന്നത്? പേഴ്സൻറ്റേജ് ബൈ 100 ആണ്. പേഴ്സൻറ്റേജ് എത്ര? 10/100. 10/100 എന്ന് പറയുമ്പോൾ എത്ര വരും? എത്ര വരും? 11,000 വരും. ഓക്കെ, ഇനി ബി, ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ. എല്ലാം കഴിഞ്ഞു. ആഫ്റ്റർ എന്താ? എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പിന്നെ എന്താ ചെയ്യും? നമുക്ക് പല കാര്യത്തിലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതേപോലെ എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ സാധാരണ പോലെ അല്ല. ആഫ്റ്റർ എന്ന് കണ്ടാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ സാധാരണ പോലെ അല്ല എന്ന് പരീക്ഷകളിൽ നിന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ 1,10,000 ഇൻറ്റു, അല്ലേ, 1,10,000 ഇൻറ്റു 10/100+10 ആണ്. 100+10 എത്ര പേഴ്സൻറ്റേജാണ്? 10 തന്നെയല്ലേ. അപ്പോൾ 100+10 പറഞ്ഞാൽ 110.
അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 10,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് 5% കരുതുക, ഈ പെർസെൻറ്റേജ് 5% കരുതുക. അപ്പോൾ ആദ്യത്തിൻ്റെ ആൻസർ എന്തായിരിക്കും? 1,10,000 ഇൻറ്റു 5/100 അതായിരിക്കും ആൻസർ. കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി. പിന്നെ ബി ആഫ്റ്റർ ആണെങ്കിലോ 1,10,000 ഇൻറ്റു 5/105. ഇനി 20% ആണെങ്കിൽ ഇവിടെ 1,10,000 ഇൻറ്റു 20/100, ഇവിടെ 1,10,000 ഇൻറ്റു 20/120. ഓക്കെ, ആ പെർസെൻറ്റേജ് ആയിക്കാണ്ട് കൂട്ടണം, 100 കൂടെ ആയിക്ക് കൂട്ടണം. 100+ ആണ് ഇവിടെ വരിക. മുകളിൽ പെർസെൻറ്റേജ് ചെയ്തണം, അടിയിൽ മാത്രമാണ്, ഡിനോമിനേറ്റർ മാത്രമാണ് പ്രോബ്ലം. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം. അഡ്ജസ്റ്റിംഗ് എൻട്രി സിമ്പിളായിട്ട് പറയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്. അത് പിന്നെ കാണാതെ പഠിച്ചാൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു മാനേജേഴ്സ് കമ്മീഷൻ എന്നായിരിക്കും ജേണൽ എൻട്രി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ആ ക്വസ്റ്റ്യൻ എന്താണ്? ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: SR ലിമിറ്റഡ് പർച്ചേസ്ഡ് 4 ട്രക്സ് ഓഫ് ₹10,000 ഈച്ച് ഓൺ 1/1/2015. മലയാളം കൂടി പറയാം. 1/1/2015 10,000 രൂപ വിലയുള്ള 4 ട്രക്കുകൾ SR ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി വാങ്ങി. എത്ര എണ്ണം വാങ്ങി? 4 എണ്ണം വാങ്ങി. ഓരോന്നിൻ്റെ വില 10,000 രൂപ. എന്നാ വാങ്ങിയത്? 1/1/2015. ഡിപ്രീസിയേഷൻ ഈസ് പ്രൊവൈഡഡ് അറ്റ് 10% ഓൺ ഒറിജിനൽ കോസ്റ്റ്. 10% ഒറിജിനൽ കോസ്റ്റിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഓൺ 1/4/2017 1/4/2017 1 ട്രക്ക് വാസ് സോൾഡ് അറ്റ് ₹7,500. 7,500 രൂപയ്ക്ക് 1/4/2017 ഒരു ട്രക്ക് അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ട്രക്ക് എന്ത് ചെയ്തു? വിറ്റു. ബുക്സ് ആർ ക്ലോസ്ഡ് 31 December എവറി ഇയർ. പ്രിപ്പയർ ട്രക്ക് അക്കൗണ്ട് ഫോർ 3 years. 3 വർഷത്തേക്കുള്ള ട്രക്ക് അക്കൗണ്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതൊക്കെ കോളംസ് ഇതാണ്. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഇത്രയാണ് ഡെബിറ്റ്. വീണ്ടും ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഇത്രയാണ് ക്രെഡിറ്റ്. ഓക്കെ, ഇനി എന്നാ ട്രക്ക് വാങ്ങുന്നത് നോക്കാം. 4 ട്രക്ക് ഉണ്ടല്ലോ. 1/1/2015 വാങ്ങുന്നത്. ശ്രദ്ധിക്കുക, 1/1/2015 ക്യാഷൊന്നോ ബാങ്കോ ഒന്ന് കൊടുക്കുക. ഞാൻ ബാങ്കിൽ നിന്ന് കൊടുക്കുന്നു. ബാങ്ക് ബ്രാക്കറ്റ് വേണമെങ്കിൽ 4 ട്രക്ക് എന്ന് കൊടുത്തോ. 4 ട്രക്സ്, ഓരോന്നിനും 10,000 രൂപ. അപ്പോൾ എത്ര വരും? 40,000 വരും. വേറെ ഒന്നുമില്ല കേട്ടോ, വേറെ ഒന്നുമില്ല. നേരെ ഡിസംബറിലേക്ക് പോകും. ഡിസംബറിലാണ് ബുക്ക് ക്ലോസ് ചെയ്യുന്നത്. 31/12/2015. ഡിപ്രീസിയേഷൻ ഒറിജിനൽ കോസ്റ്റിൻ്റെ 40,000ത്തിൻ്റെ 4 10%. അപ്പോൾ എത്ര ഉണ്ടാവും? 4,000 ഉണ്ടാവും. ബാക്കി ബാലൻസ് സി ഡി 31/12/2015 തന്നെയാണ്. ബാലൻസ് സി ഡി എത്ര ഉണ്ടാവും? ബാക്കി എത്ര ഉണ്ടാവും? 36,000. അപ്പോൾ 1-ാമത്തെ വർഷം അവിടെ തീർന്നു. 40,000 ഇവിടെ വരും. ഓക്കെ, 1-ാമത്തെ വർഷം അവിടെ തീർന്നു. 3 വർഷം ഇതേപോലെ 3 വർഷം ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത വർഷം 1/1/2016 1/1/2016 ബാലൻസ് ബി ഡി ഒന്നും സംഭവിക്കുന്നില്ല. ഇതേപോലെ എടുത്ത് കഴിഞ്ഞാൽ മതി. സിമ്പിളാണ്. എത്ര? 36,000. ഡിസംബറിലേക്ക് പോവാണ്. 31/12/2016. ഡിപ്രീസിയേഷൻ ഇത്ര തന്നെയാണ്. ഒറിജിനൽ കോസ്റ്റാണ്. ഒറിജിനൽ കോസ്റ്റ് ആണെങ്കിൽ 4,000 തന്നെയാണ് വരിക. ഓക്കെ, 4,000. അത് റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ് ആണെങ്കിലാണ് ഈ 36,000ൻ്റെ 10% കാണേണ്ടത്. ഇവിടെ SLM ആണ്, ഒറിജിനൽ കോസ്റ്റാണ്, ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇനി ബാക്കി എത്ര ഉണ്ടോ നോക്കുക. ഇവിടെ കൂട്ടുന്ന സമയത്ത് 36,000 വരും. ബാക്കി സെയിം ഡേറ്റിൽ ബാലൻസ് സി ഡി 32,000 വരും. അങ്ങനെ 36,000. ഓക്കെ, 2 വർഷം പൂർത്തീകരിച്ചു. ഇനി നമുക്ക് 1 വർഷത്തും കൂടെ ചെയ്താൽ കഴിഞ്ഞു. ഓക്കെ, 1/1/2017 ബാലൻസ് ബി ഡി എത്രയാണ്? 32,000. 31/12/2017 ആകുന്നതിന് മുമ്പ് വേറൊരു ട്രാൻസാക്ഷൻ അവിടെ നടന്നിട്ടുണ്ട്. അതാണ് പറയുന്നത്. കണ്ടോ? 1/4/2017 ഡിസംബർ ആയിട്ടില്ല, ഏപ്രിൽ തന്നെ ഒരു ട്രക്ക് 1 ട്രക്ക് വാസ് സോൾഡ് അറ്റ് ₹7,500. അപ്പോൾ ഒരു ട്രക്ക് എന്ത് വിറ്റു. വിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിൽക്കുമ്പോൾ എത്ര ക്യാഷ് കിട്ടി?
വിൽക്കുന്ന ഡേറ്റ് വരെ ആ വിൽക്കുന്ന സാധനത്തിൻ്റെ ഡിപ്രീസിയേഷൻ എത്രയാണ്, വിറ്റപ്പോൾ ലാഭമാണോ നഷ്ടമാണോ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, വിൽക്കുന്ന സാധനത്തിൻ്റെ ഡിപ്രീസിയേഷൻ മാത്രം കാണും. ആദ്യം എന്നാ ഡേറ്റ് 1/4/2017 ഡിപ്രീസിയേഷൻ വിൽക്കുന്ന സാധനത്തിൻ്റെ ഡിപ്രീസിയേഷൻ മാത്രം കാണാം. അപ്പോൾ നമുക്കറിയാം ഇതിൽപ്പെട്ട ഒരു ട്രക്കാണ് വിൽക്കുന്നത്, ഓരോന്നിനും വില 10,000 രൂപയാണ്. അപ്പോൾ 10,000 രൂപ വിലയുള്ള സാധനമാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ വർക്കിംഗ് നോട്ട് രണ്ട് താഴെ കൊടുക്കുക, 10,000-ൻ്റെ 10% അല്ല, 10% മാത്രമല്ല, കാരണം ഒരു വർഷത്തേക്കാണ് 10%. ജനുവരി 2017 എത്ര മാസം ഉപയോഗിച്ചിട്ടുള്ളൂ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഫസ്റ്റ് തന്നെ വിറ്റു. അപ്പോൾ എത്ര മാസം ഉപയോഗിച്ചു, ഉപയോഗിച്ചതിനാണല്ലോ ഡിപ്രീസിയേഷൻ, 3 മാസം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ 3/12 250. അപ്പോൾ ആ 3 മാസത്തേക്ക് 250 രൂപയാണ് അതിൻ്റെ ഡിപ്രീസിയേഷൻ. അപ്പോൾ 250 രൂപ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, വിൽക്കുമ്പോൾ എത്ര ക്യാഷ് കിട്ടിയ, സെയിം ഡേറ്റ് തന്നെ 1/4/2017 ക്യാഷ് എത്ര കിട്ടിയാൽ ബാങ്കിൽ നിന്ന് വേണമെങ്കിൽ കൊടുക്കാം. ബാങ്ക് എത്ര കിട്ടി, എത്ര എമൗണ്ടിനാണ് വിറ്റത്, 7,500 രൂപക്കാണ് വിറ്റത്. 2 സ്റ്റെപ്പായി. ഡിപ്രീസിയേഷൻ കണ്ടു, പിന്നെ വിറ്റ എമൗണ്ട്, വിറ്റപ്പോൾ കിട്ടിയിട്ടുള്ള എമൗണ്ട്. ഇനി ലാഭമാണോ നഷ്ടമാണോ എന്നാണ് അറിയേണ്ടത്. ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയണമെങ്കിൽ വിൽക്കുന്ന ഡേറ്റിൽ ഇതിന് എത്ര രൂപ വില ഉണ്ടെന്ന് അറിയണ്ടേ, ബുക്ക് വാല്യൂ എന്നാണ് പറയുക, എത്ര വാല്യൂ ഉണ്ട് എന്നറിയണം. ആദ്യം ആകെ അതിൻ്റെ വാല്യൂ എത്രയാണ്, വിൽക്കുന്ന സാധനത്തിൻ്റെ 10,000 ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ വർഷം ഡിപ്രീസിയേഷൻ വന്നു 1000 രൂപ അല്ലേ, ആദ്യത്തെ വർഷം 1000 രൂപ, 4 4,000 രൂപയാണ്. അപ്പോൾ ഒന്നിന് എത്രയാണ്, ഒന്നല്ല വിൽക്കുന്നുള്ളൂ, 1000 രൂപ. അപ്പോൾ 1000 രൂപ ഡിപ്രീസിയേഷൻ വന്നു. മൊത്തം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. വീണ്ടും ഇവിടെ ഡിപ്രീസിയേഷൻ അതിനും വന്നു 1000. ഓക്കെ, പിന്നെ ഇവിടെ ഡിപ്രീസിയേഷൻ വന്നത് 250. അങ്ങനെ ടോട്ടൽ 2,250 രൂപ അതിന് തേയ്മാനം ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ വാല്യൂ വാങ്ങിയപ്പോൾ എത്രയായിരുന്നു, 10,000 ആയിരുന്നു. 10,000-ൽ നിന്നും 2,250 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും നോക്കുക, 7,750 രൂപ. ഇപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്, 7,750 രൂപ, 7,750 എന്നാണ്. എത്ര രൂപക്കാണ് വിറ്റത്, 7,500 റുപ്പീസിനാണ് വിറ്റത്. 7,500 രൂപക്കാണ് വിറ്റത്. അപ്പോൾ ലാഭമാണോ നഷ്ടമാണോ, 7,750 രൂപയുടെ സാധനം 7,500 രൂപയ്ക്ക് വിൽക്കുമ്പോൾ നഷ്ടമാണ്. നഷ്ടമാണ് നമ്മൾ എവിടെ എഴുതും, ഇവിടെ തന്നെ എഴുതുക. ലാഭമാണെങ്കിൽ ഈ സൈഡിൽ എഴുതും, ഡെബിറ്റിൽ. നഷ്ടമാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ, ക്രെഡിറ്റ് സൈഡിൽ എഴുതും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ കിട്ടി, 7,750 ആയിരുന്നു വാല്യൂ, 7,500-നാണ് വിറ്റത്, ബാക്കി 250 250 നഷ്ടം. ബ്രാക്കറ്റിൽ ലോസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം, ലോസ്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറഞ്ഞത്, ഇനി നമ്മൾ സാധാരണ പോലെ ബാക്കി 3 ഉണ്ടല്ലോ, ആ ബാക്കി 3 നമ്മൾ എന്ത് ചെയ്തു, 2017 കംപ്ലീറ്റ് ഉപയോഗിച്ചല്ലോ. അപ്പോൾ ഡിസംബർ എത്തുമ്പോൾ എന്താ സംഭവിക്കുക, 31/12/2017 ഡിപ്രീസിയേഷൻ 3 ഡിപ്രീസിയേഷൻ 3 എത്ര, 4 1000, 3 എത്ര 3000. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഇവിടെ കൂട്ടുമ്പോൾ 32, ഇവിടെ കൂട്ടുമ്പോൾ എത്ര ഉണ്ട് നോക്കുക, 8 8 3 11, ബാക്കി 21. അപ്പോൾ ഇവിടെ കൂട്ടുന്ന സമയത്ത് 32,000 വരും, ഇവിടെ കൂട്ടുന്ന സമയത്ത് 11,000 വരുന്നുള്ളൂ. അപ്പോൾ ബാലൻസ് എത്ര ഉണ്ട്, ബാലൻസ് സി ഡി 21,000 ആണ് വരിക. അങ്ങനെ ഇവിടെ കൂട്ടുന്ന സമയത്ത് 32,000. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.